നമസ്കാരം. സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സപ്പോട്ട മിൽക്ക് ഷേക്കാണ്. വളരെ ഈസി ആയിട്ട് ഐസ്ക്രീം ഒന്നും ചേർക്കാതെ നല്ല ക്രീമിയായ ചിക്കു മിൽക്ക് ഷേക്ക് അഥവാ സപ്പോട്ട മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സപ്പോട്ട മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇവിടെ ഞാൻ ഏകദേശം 1 കിലോ നല്ല പഴുത്ത സപ്പോട്ട തൊലിയും കുരുവും കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാര വേണം, അത് മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ്. ഇത്രയാണ് നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ജ്യൂസറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സപ്പോട്ട ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സപ്പോട്ട എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത സപ്പോട്ട നോക്കിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗമ്മൊക്കെ ഈ ജ്യൂസിലിങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുടിക്കുമ്പോഴൊക്കെ വായിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് സപ്പോട്ട നല്ല പഴുത്ത സപ്പോട്ട എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാല് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന സപ്പോട്ടയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല മധുരമുള്ള സപ്പോട്ടയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ജ്യൂസറിൽ വെച്ചിട്ട് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ക്രീമിയാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഞാൻ ആദ്യം മുഴുവൻ പാൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ മുഴുവൻ പാലും ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സതൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി കുക്കിംഗ്.